ഏവർക്കും നമസ്കാരം. നമ്മൾ നാട്ടിൻപുറത്തൊക്കെ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോൾ ചില രസകരമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കിടാറുണ്ട്. അത് നമ്മുടെ തന്നെ അനുഭവങ്ങളായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ട അനുഭവങ്ങളായിരിക്കും. അതൊക്കെ നമ്മൾ പറയാറ് നാട്ടുഭാഷയിലാണ്. അപ്പോഴാണ് അതിൻ്റെ ഒരു പഞ്ചുണ്ടാവുക. അപ്പം നമുക്ക് കോഴിക്കോടേക്ക് പോയാലോ, അവിടെ നിന്ന് അങ്ങ് വടകരക്ക് പോവാ. ടിങ് ടിങ്. ഈ ഒരു സംഭവം നടക്കുന്നത് എൻ്റെ വീട്ടിൻ്റെ ഒരു 12 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു ഉത്സവപ്പറമ്പിലാണ്. ഉത്സവപ്പറമ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഉത്സവപ്പറമ്പിൽ എന്താ നടന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഈ ചെറിയൊരു കാവാണ്, ഈ തെയ്യെല്ലാം നടക്കുന്ന ഒരു കാവ്. പിന്നെ കുറച്ച് തെയ്യ പരിപാടിക്ക് ശേഷം കുറച്ച് കുട്ടികളുടെ പരിപാടി ഉണ്ടാവും. അതിന് ശേഷം എൻ്റെ ഒരു കുഞ്ഞു വൺമൻ ഷോ. അങ്ങനെ ഞാൻ അവിടെ ഉത്സവപ്പറമ്പിലെത്തി. അപ്പോൾ എന്നെ കണ്ടപ്പോൾ നമ്മുടെ ഉത്സവ കമ്മിറ്റിയുടെ മോഹനേട്ടൻ ഒരടുത്ത് വന്ന് അപ്പം എന്നോട് പറഞ്ഞു, അല്ല, നമുക്ക് ഈ ഭക്ഷണം കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു വീട്ടിലാണ് സെറ്റാക്കി നമുക്ക് അങ്ങോട്ട് പോയാലോ എന്നായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ആ മോഹട്ടൻ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ മോഹട്ടൻ്റെ കൂടി അവിടെ പോയി. ആ വീട്ടിൽ പോകുമ്പോൾ അവിടെ കുറച്ച് കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഡാൻസിൻ്റെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. കോനായിൽ ഒരു അമ്മമ്മ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. അമ്മമ്മ ഈ മോഹനേട്ടനെ കണ്ടേരത്ത് ഇങ്ങനെ നോക്കിയിട്ട് പറയാ, എല്ലടോ മോഹന, ഇഞ്ഞി പിന്നെ നമ്മളെ പുതിയ പോലെ മരിച്ചുപോയ മോഹനല്ലേ ഇഞ്ഞി? ഇപ്പം മോഹനേട്ടെ ഒന്ന് എന്നെ ഇങ്ങനെ നോക്കി, ഒന്ന് ഈ അമ്മമ്മേനെ നോക്കി, എന്നിട്ട് കൊത്തുകൊണ്ട കോഴിനെ പോലെ ഇങ്ങനെ നിന്നിട്ട് പറയാ, അത് എൻ്റെ ഏട്ടൻ ദിവാകരനാണ് 2 മാസം മുമ്പേ മരിച്ചേ, അത് ഞാനല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ അമ്മമ്മ പറയാ, ഞാൻ വിയറ്റിങ്ങാ മരിച്ചെന്ന്. ഇത് കേട്ടപ്പോൾ ഒരൊറ്റപ്പോക്കാണ് മോഹട്ടെ ദേഷ്യം പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ വേറെ ആളെ ഇങ്ങോട്ടേക്കാം, പിന്നെ ഭക്ഷണം കഴിക്കുന്നത്. അപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഭക്ഷണമെല്ലാം ഇങ്ങനെ കഴിച്ച്. അപ്പം അമ്മമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട് ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണമെല്ലാം കഴിച്ച് ഞാനിങ്ങനെ ഇറങ്ങാൻ നോക്കുമ്പോൾ ഈ അമ്മമ്മേനോട് ചോദിച്ചു, നിങ്ങൾ അമ്പലത്തിലേക്ക് വരുന്നില്ലേ, പരിപാടി കാണുമെന്നും വരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഈ അമ്മമ്മ പറയാ, എൻ്റെ കുഞ്ഞുമോനെ എങ്ങനെയാ വരുവാടോ, മേലും കയ്യെല്ലാം ഭയങ്കര വേദനയാന്നേ കുഞ്ഞുമോനെ, അനക്കുവനാവുന്നില്ല, കയ്യൊന്നും എനിക്ക് അനക്കുവനാവില്ല, കയ്യെല്ലാം ഉണ്ടല്ലേ ഇതാ ഇത്തിരിയെ പൊന്തു, ഇത്തിരി എന്നാൽ ഇതിൻ്റെ അപ്പുറം പൊന്തുമല്ല. മുമ്പെല്ലാം ഞാനുണ്ടല്ലോ ഇങ്ങനെ പൊന്തിക്കുന്നല്ലേ, ഇപ്പം പൊന്തുന്നില്ല. പിന്നെ കണ്ണിൻ്റെ കാര്യം ഒന്നും കാണുമല്ലേടോ, ഞാൻ ഈ അമ്പലത്തിൻ്റെ അങ്ങനെ ഒരു നീല ലൈറ്റ് കാണുന്നുണ്ടാ. അപ്പം ഞാനിങ്ങനെ സൂക്ഷിച്ചു നോക്കി. ഞാൻ ഇപ്പം കണ്ടു. എന്നാ ഇനി അറിയോ, ഞാനത് കാണുന്നില്ല. അപ്പം ഞാനിങ്ങനെ തളര് കേട്ടിട്ട് ഇങ്ങനെ നോക്കുവാണ്. പിന്നെ വേറെ നോക്കണം, എനിക്കൊന്നും കേൾക്കുമല്ലേ കുഞ്ഞുമോനെ, ചെവി ആര് പറയുന്ന ഒന്നും എനിക്ക് കേൾക്കുമല്ല. അപ്പം ഞാൻ പറഞ്ഞു, ചെവിയും കേൾക്കൂല്ലേ? ഇല്ലാന്ന് നീ ഇപ്പം പറഞ്ഞില്ലേ ചെവി കേൾക്കുമല്ലേ, ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ അമ്മമ്മൻ്റെ ഇരുന്നത് മെല്ലെ അമ്മമ്മൻ്റെ തള്ളം കേട്ടിട്ട് മെല്ലെ അവിടെ നിന്ന് മെല്ലെ ഒഴിവായി നേരെ സ്റ്റേജിൻ്റെ പിന്നിലെത്തി. അപ്പോൾ അവിടെ നിന്നിരുന്ന കുറേ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ ചുറ്റും കൂടി നിന്നിട്ട്, എല്ലാ നിങ്ങളേത് കുറ്റ എടുക്കുന്നത്, മോഹൻലാലിൻ്റെ കുറ്റെടുക്കുമോ മമ്മൂട്ടിയുടെ കുറ്റെടുക്കുമോ എന്നാണ് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഡാൻസ് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഡാൻസ് പരിപാടി അനൗൺസ് ചെയ്യുന്ന അവിടെയുള്ള ഒരു മുദ്രാവാക്യം വിളിക്കുന്ന ഒരു പ്രകാശേട്ടൻ ഭയങ്കര അനൗൺസ് ചെയ്യേണ്ട ഭയങ്കര ആവേശത്തിലാണ്. നിർത്തിയ നൃത്തങ്ങൾ ഇതാ തുടരുന്നു, അടുത്തത് ജുംബലക്ക. ഇത് കേട്ടിട്ട് ഓഡിയൻസ് ഒരു ചങ്ങായി ചോദിക്കുക, നിർത്തിയ നൃത്തം എന്തിനാ തുടരുന്നു? അത് കേട്ടിട്ട് നല്ല ദിവാകരേട്ടന് മനസ്സിലായി പോയി കേട്ടാ. ദിവാകരേട്ടൻ അപ്പൊ തന്നെ മാറ്റി, നൃത്യങ്ങൾ തുടരുന്നു, അടുത്തത് ജുംബലക്ക. ഇങ്ങനെ ഡാൻസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊടിയായിട്ട് ഇങ്ങനെ നടത്തുന്നുണ്ട്. ഭയങ്കരം പാട്ടുകളുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അവിടെ കുറച്ച് കുഞ്ഞുങ്ങൾ എന്നെ വട്ടം ചൂടിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കുഞ്ഞുങ്ങൾ അടുത്ത് തന്നെ ഉണ്ട്. അതിലൊരു പീച്ചാത്തിപ്പിടി പോലത്തെ ഒരു ചെക്ക എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതാ ഒരു ബിസ്ക്കറ്റ് ഇതാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഭയങ്കര നമ്മളോടുള്ള ആരാധന കൊണ്ടാന്ന് വിചാരിച്ചു. അപ്പാട് ഞാൻ ബിസ്ക്കറ്റ് വാങ്ങി ഇങ്ങനെ തിന്നുന്ന അപ്പാടുണ്ടല്ലോ, ഒരു ഷാജി എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട്, എൻ്റെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് മൂപ്പർ. അത്യാവശ്യം മിമിക്രിയെല്ലാം കളിക്കും. മൂപ്പർ ഓടി വന്നിട്ട് എന്നോട് ചോദിച്ചു, എല്ലാം ഇങ്ങനെ ബിസ്ക്കറ്റ് തിന്നോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അത് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് തന്നല്ലേ അത് തിന്നെന്ന് പറഞ്ഞു. അയ്യയ്യേ ഷോ, ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം എന്ന് ചോദിച്ചു. ആ ചെക്കൻ വല്ലാത്ത ചെക്കനാ. ഈ ബിസ്ക്കറ്റ് എന്ന സംഭവം എന്നറിയ നിങ്ങൾ, ഈ ബിസ്ക്കറ്റ് ഇവൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിമല്ല ക്രീമല്ലോ നക്കി അങ്ങ് തിന്നിട്ട് ബാക്കിയുള്ള ആർക്കെങ്കിലും കൊടുക്കും, അങ്ങനെ തന്നെ അങ്ങോട്ട് എന്ന് പറയും. അപ്പം ഞാൻ തൊണ്ട ഒന്ന് റെഡിയാക്കുകയെല്ലാം ചെയ്തു. ഡാൻസ് എൻ്റെ 2 ബാക്കിയുള്ളൂ. ഷാജി എന്നോട് ചോദിച്ചു, അല്ല ഒരു 5 മിനിറ്റ് മിമിക്രി ഞാനും കളിച്ചോട്ടെ. ഷാജി മിമിക്രി കളിക്കൂ എന്ന് പറഞ്ഞാൽ ഈ മത്സര ഇനത്തിലെല്ലാം പങ്കെടുക്കുന്ന കുറച്ച് ഐറ്റംസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് മൂപ്പർ അവതരിപ്പിക്കും. ഞാൻ പറഞ്ഞ് അവതരിപ്പിച്ചു വന്നാൽ സംഘാടകരോടൊന്ന് ചോദിച്ചേക്കുന്നത്. അങ്ങനെ സംഘാടകരോട് ചോദിച്ചാൽ പറഞ്ഞു, ഷാജി എന്ന് പറയുമ്പോൾ ഒരു രസികനാ, ഒരു ലുങ്കിയെല്ലാം എടുത്തിട്ടാണ് വന്ന് മുറുക്കിയിട്ടുണ്ട്. അപ്പോൾ സംഘാടകരും പറഞ്ഞു ആയിക്കോട്ടെ എന്നാൽ. അപ്പോൾ അതിൽ
ഒരു പൂച്ച കുത്തിക്കടിക്കുന്ന ഒരു ശബ്ദം മൂപ്പർ അനുകരിച്ച് പൂച്ച തമ്മിലടിക്കുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇതിങ്ങ് അനുകരിക്കുന്നു. ഒരു നായി ഓടിയിട്ട് സ്റ്റേജിന്റെ മുമ്പിൽ അങ്ങ് വന്നിട്ട് നായി ഈ ഷാജീനെ നോക്കിയിട്ട് ഇങ്ങനെ ഇളിച്ചു കാട്ടുക. അപ്പൊ ഷാജി ഉണ്ടല്ല, പിന്നെ നായി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കലോ, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കലാണ് നായി. ഇത് കണ്ടിട്ട് ആളുകൾക്കെല്ലാം ഭയങ്കര കൗതുകമായി. എല്ലാവരും ഇങ്ങനെ എണീച്ച് നിന്ന് കൈയടിക്കുവാണ്. ഇപ്പം സ്റ്റേജിന്റെ കർട്ടൻ വലിക്കുന്ന ചങ്ങായിണ്ട് പ്രമോദിനോട് ഷാജി ഇങ്ങനെ പറയുന്നുണ്ട്, താത്ത് കട്ടൻ താത്ത്. അപ്പം പ്രമോദാണെങ്കിൽ നായിന ഇങ്ങനെ നോക്കുന്നത്, എല്ലാവരും നായിനെ നോക്കുന്നതാണ്. ഞാനാണെങ്കിൽ സ്റ്റേജിൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ബാക്ക് കർട്ടൻ ഇങ്ങനെ നീക്കിയിട്ട് ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഷാജി അങ്ങുങ്ങെല്ലാം നോക്കുന്നുണ്ട്. അവസാനം എന്നെ നോക്കിയിട്ട് പറയാം, നോക്കുന്നു സുനിയേട്ടാ, ഞാനൊന്നും അറിയില്ല കേട്ടോ, ഇത് നായിനെ ഞാനൊന്നും ആക്കിയില്ല, ഇതെന്തിനാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നോട്, ഞാനൊന്നും അറിയില്ല. അവസാനം കർട്ടനും താത്തുന്നില്ല. ആകെ ബേജാറായി ഷാജി. അവസാനം മൂപ്പറെ സ്ഥിരം നമ്പർ ഇറക്കി, നന്ദി നമസ്കാരം. അങ്ങനെ അന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഒരു 2 ദിവസം കഴിഞ്ഞു. ഇവിടെ എന്താണെന്ന് ഈ സംഭവം എന്ന് അറിയണമല്ലോ. അപ്പൊ ഞാൻ ഷാജിനെ വിളിച്ചു നോക്കി. എന്താ ഷാജി ഈ നായി വന്നിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുവാൻ കാരണം? അപ്പൊ ഷാജി പറയാ, ഈ അമ്പലത്തിന്റെ 100 മീറ്റർ അപ്പുറം ഒരു ഹോട്ടലും അതുപോലെ തന്നെ ഒരു സ്റ്റേഷനറി പീടിയും ബേക്കറിയെല്ലാം ഉണ്ട്, ഒരു കവലയിൽ. ആടാ ഒരു നായും ഒരു പൂച്ചയും ഇത് സ്ഥിരമായിട്ടൊരു മീൻ വിൽക്കുന്ന വിനോദട്ടെ അതിലെ പോകും. അപ്പൊ ഇവര് പൂച്ചയും നായും കൂടി എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ വിനോദേട്ടനെയും കാത്തു നിൽക്കും. അപ്പോൾ വിനോദേട്ടൻ എന്തെങ്കിലും മത്സ്യം ഇട്ട് കൊടുക്കും. ഇവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ പരിപാടി നടക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പേ ഇങ്ങനെ വിനോദേട്ടൻ പോകുമ്പോൾ ഇവരെ തൈലികളിൽ ഒരു അയിലക്കുട്ടീനെ ഇട്ടുകൊടുത്തു. അയിലക്കുട്ടീനെ ഇട്ടുകൊടുത്ത ആ സമയത്ത് ഈ പൂച്ച ഉണ്ടല്ലോ മെല്ലെ അയിമ കയ്യാടെ വെച്ച്. അപ്പോൾ നായി മെല്ലെ അടുത്ത് വന്ന് മെല്ലെ ഈ അയിലക്കുട്ടീനെ ലക്ഷ്യം വെച്ചിട്ട് താഴോട്ട് മോന്ത ഇങ്ങനെ താത്തുന്ന. അപ്പം പൂച്ച നായിനെ നോക്കിയിട്ട് പോന്നാണ് നമ്മൾ കേൾക്കുക. പക്ഷെ ഇത് ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ കരയാണ്. അപ്പം നായി പിന്നെ മോന്ത ഇങ്ങനെ താത്തിക്കൊണ്ടിരുമ്പോൾ പൂച്ച ഉണ്ടല്ല ഒരു മാന്തും ഈ അയിലേനും കടിച്ചിട്ട് ഒരൊറ്റ ഓട്ടാണ്. എല്ലാ നായും ഓടി. ഒരു വളവെല്ലാം കഴിഞ്ഞാൽ പിന്നെ പൂച്ചേനെ കണ്ടിട്ടില്ല. ഇതാണ് സംഭവം. ഈ പൂച്ചേനെ അന്വേഷിച്ച് നടക്കുവാണ് ഈ നായി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ പരിപാടി ഈ ക്ഷേത്രത്തിൽ വരുന്നത്. ഈ സ്റ്റേജും വന്ന് പൂച്ചേനെ അനുകരിക്കുമ്പോൾ ആ പൂച്ചയാന്ന് വിചാരിച്ചിട്ടാണ് ഈ നായി ഓടി സ്റ്റേജിൻ്റെ മുമ്പിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കയ്യിലും. പിന്നെ ഷാജി നിറഞ്ഞു പൂച്ച് ഒരൊച്ച. ഫോണ് കട്ടായി. അപ്പം ഞാൻ ഷാജിനോട് ചോദിച്ചു എന്നാ പറ്റി? അപ്പം ഷാജി പറയാ, അതൊന്നും പറയണ്ടേ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ പൂച്ചായിട്ടാ നല്ലയാണെന്നല്ല കേട്ടോ. അതെന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പുറത്തെ വീട്ടിൽ ഒരു പൂച്ചയുണ്ട്. മൂപ്പർ നല്ലോണം ഫുഡ് മേടിച്ച് നല്ല മലന്ന് കിടന്ന് ഉറങ്ങുകയും ചെയ്തിട്ട് മൂപ്പർ മെല്ലെ വരൂ എൻ്റെ ഓട്ടോറിക്ഷൻ്റെ അടുത്ത്. എൻ്റെ സൈലൻസർ ഒന്ന് നല്ലോണം ചെക്ക് ചെയ്യെല്ലാം ചെയ്ത്, ഈ ചെക്ക് ചെയ്യുന്ന കണ്ടാൽ വിചാരിക്കും ഇതിൻ്റെ RC ഓണർ ഈ പൂച്ചയാണ്. ചെക്ക് ചെയ്യെല്ലാം ചെയ്ത് എന്നിട്ട് മൂപ്പർ എന്ത് ചെയ്യുന്ന അറിയാം, നല്ലോണം ഒരു സ്പ്രേ അങ്ങ് അടിക്കും. ഇങ്ങനെ സ്പ്രേ അടിച്ചിട്ട് അങ്ങ് പോകും. അതൊന്നും സാരമില്ല, അതെല്ലാം സീരിയലിലെ സംഭവമല്ലേ. പക്ഷേ ഒരാഴ്ച മുമ്പേ ഈ പൂച്ച എൻ്റെ ഓട്ടോറിക്ഷൻ്റെ സീറ്റ് കയറിയിട്ട് അതിൻ്റെ നഖം കുറിപ്പിക്കുന്നു. ഇത് കണ്ടേരെ ഞാനൊരു മട്ടലും എടുത്തിട്ട് ഇതിൻ്റെ വയ്യന്നെ ഓടിയതാണ്. അതുകൊണ്ട് നായി നമ്മൾ കുറ്റം പറയൊന്നും വേണ്ട. ഞാനാണെങ്കിൽ അന്ന് സ്റ്റേജ് വലിച്ചു കളിയുന്നു. ഈ ഇങ്ങനത്തെ പൂച്ച ഉണ്ടെങ്കിലോ എനിക്ക് അന്ന് 500 റുപ്യ നഷ്ടമായി. ഒരു മാന്തിന് 500 റുപ്യ നഷ്ടമായി. മാസത്തിൽ ഒരു 5-6 മാന്ത് ഈ സീറ്റ് മല്ല് വന്നാൽ എത്ര പൈസ എനിക്ക് നഷ്ടമാവുക? ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സംഭവിച്ച കഥയാണ്, എൻ്റെ അനുഭവത്തിലുള്ള കഥയാണ്.